കാലം എത്ര മാറിയാലും ചില ഓർമ്മകൾക്ക് ഇന്നും മാഞ്ഞുപോകാത്തൊരു തിളക്കമുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അങ്ങനെയൊരു ഓർമ്മയെക്കുറിച്ചാണ്. നമ്മുടെ എല്ലാം ബാല്യത്തിലും കൗമാരത്തിലുമെല്ലാം കൂടെ ഉണ്ടായിരുന്ന, ഒരുപക്ഷേ തലമുറകളെ തന്നെ സംഗീതം കേൾക്കാൻ പഠിപ്പിച്ച ഓഡിയോ കാസറ്റുകളെക്കുറിച്ച്. ആ കറുത്ത ദീർഘതുരപ്പെട്ടി, അതിലെ നേർത്ത ഫിലിം ടേപ്പ്, അതൊരു മാന്ത്രിക പെട്ടി തന്നെയായിരുന്നു, അല്ലേ? എത്രയെത്ര പാട്ടുകളാണ് അതിൽ നിന്ന് കേട്ടത്. കാസറ്റ് പ്ലെയറിന്റെ പ്ലേ ബട്ടൺ അമർത്തുമ്പോൾ കേൾക്കുന്ന നേരിയ ക്ലിക്ക് ശബ്ദം, അത് നമുക്ക് നൽകിയിരുന്ന ഒരു സന്തോഷമുണ്ട്. ഡിജിറ്റൽ സംഗീതം ഇല്ലാത്ത കാലത്ത് നമ്മുടെ ഏറ്റവും വലിയ വിനോദ ഉപാധിയായിരുന്നു ഈ കാസറ്റുകൾ. ഒരു കാസറ്റ് കവറിന് പോലും ഒരുപാട് കഥകൾ പറയാനുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സിനിമയുടെ പോസ്റ്റർ, ഗാനരചയിതാവിന്റെയും സംഗീത സംവിധായകന്റെയും പേര്, പാടിയവരുടെ വിവരങ്ങൾ. ഒരു പുസ്തകം വായിക്കുന്നതുപോലെയായിരുന്നു ഓരോ കാസറ്റും നമ്മുടെ കയ്യിലെടുക്കുമ്പോൾ. കൂട്ടുകാരുമായി പാട്ടുകൾ പങ്കുവച്ചിരുന്നതും പുതിയ കാസറ്റുകൾ ഇറങ്ങുമ്പോൾ കടകളിൽ പോയി കാത്തുനിന്നിരുന്നതുമെല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർമ്മയില്ലേ? ചിലപ്പോൾ കാസറ്റ് പ്ലെയറിൽ കുടുങ്ങി ടേപ്പ് ചുറ്റിപ്പോകും. അയ്യോ, അതെന്തൊരു പേടിയായിരുന്നു, അല്ലേ? ടേപ്പ് പൊട്ടിപ്പോകുമോ എന്ന പേടി. പക്ഷേ ഒരു പെൻസിലോ പേനയോ ഉപയോഗിച്ച് ടേപ്പ് മെല്ലെ തിരിച്ചെടുത്ത് ശരിയാക്കുന്നത് ഒരു പ്രത്യേക കലയായിരുന്നു. ഒരു സർജറി നടത്തുന്നതുപോലെ സൂക്ഷിച്ച് അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വിജയമുണ്ട്. പുതിയ പാട്ടുകൾ ഇറങ്ങുമ്പോൾ വീട്ടിൽ കാസറ്റ് റെക്കോർഡർ ഉള്ളവർ വലിയ ആളുകളായി മാറും. കൂട്ടുകാർ കാസറ്റുകളുമായി വീട്ടിലേക്ക് വരും. ഒരു കോപ്പി അടിച്ചു തരുമോടാ എന്ന് ചോദിക്കും. ഓരോ പാട്ടിന്റെയും ഇടയിൽ കൃത്യമായി പോസ് അമർത്തി ശ്വാസമടക്കി പിടിച്ച് റെക്കോർഡ് ചെയ്തിരുന്ന ആ കാലം. ഇന്നത്തെ MP3 ഷെയറിംഗിനും സ്ട്രീമിംഗിനും ഒരിക്കലും നൽകാനാവാത്ത ഒരു അനുഭൂതിയായിരുന്നു അത്. ഓർമ്മയുണ്ടോ റേഡിയോയിൽ നിന്ന് പാട്ടുകൾ റെക്കോർഡ് ചെയ്തിരുന്നത്? ഇഷ്ടപ്പെട്ട പാട്ട് വരുന്നതും കാത്ത് റേഡിയോയ്ക്ക് മുന്നിൽ കാസറ്റ് റെക്കോർഡറുമായി ഇരിക്കും. പാട്ട് തുടങ്ങുമ്പോൾ കൃത്യമായി റെക്കോർഡ് ബട്ടൺ അമർത്തും. പാട്ട് മാത്രം കിട്ടാൻ പ്രാർത്ഥിച്ചിരുന്ന ഒരു കാലം. ഒരു പാട്ട് മുഴുവനായി റെക്കോർഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം. വാക്മാൻ. അതെ, കാസറ്റുകളുടെ കൂട്ടുകാരൻ വാക്മാൻ. യാത്രകളിലും നടക്കാനിറങ്ങുമ്പോഴുമെല്ലാം നമ്മുടെ കൂടെയുണ്ടായിരുന്ന ആ വാക്മാൻ. ഹെഡ്ഫോണിലൂടെ പാട്ട് കേട്ട് സ്വന്തം ലോകത്ത് മുഴുകി നടന്നിരുന്ന ദിവസങ്ങൾ. ഓരോ തവണ കാസറ്റ് മാറ്റുമ്പോഴും ആൾക്കാർ ശ്രദ്ധിച്ചിരുന്നത് ഓർമ്മയില്ലേ? അതൊരു സ്റ്റാറ്റസ് സിംബൽ കൂടിയായിരുന്നു അന്ന്. കാലം മുന്നോട്ട് പോയി, സിഡികൾ വന്നു, പിന്നെ MP3 പ്ലെയറുകൾ, ഇപ്പോൾ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ. കാസറ്റുകൾ ഓർമ്മയായി. ഒരുപക്ഷെ പുതുതലമുറയ്ക്ക് അതൊരു പഴങ്കഥയായിരിക്കാം. പക്ഷേ നമ്മുടെയെല്ലാം മനസ്സിൽ ആ കറുത്ത കാസറ്റുകൾക്ക് ഇന്നും മായാത്ത സ്ഥാനമുണ്ട്. ഓർമ്മകളുടെ കൂടാരം തുറക്കുമ്പോൾ ആ കാസറ്റുകൾ എപ്പോഴും ഒരു പുഞ്ചിരിയോടെ നമ്മളെ കാത്തിരിപ്പുണ്ടാകും. ഈ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലും നോസ്റ്റാൾജിയ നിറച്ചെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കാസറ്റുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ള ഓർമ്മകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നമസ്കാരം.